നോക്കാം. സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. Let x1 y1 x2 y2 etc. xn yn be n paired observation. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് n paired observations ആണ്. ഏതൊക്കെ? x1 y1 x2 y2 etc. xn yn. നമ്മൾ ഈ വാല്യൂസ് പെയർഡ് ഒബ്സർവേഷൻ എല്ലാം എന്ത് ചെയ്യും? ആദ്യം റാങ്ക് ചെയ്യും. റാങ്ക് എന്താണ്? ഓരോ ഒബ്സർവേഷൻ്റെ ith ഇൻഡിവിജ്വലിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ith റാങ്ക് ഫോർ ith ഇൻഡിവിജ്വൽ, ഫസ്റ്റ് റാങ്ക് ഫോർ ഫസ്റ്റ് ഇൻഡിവിജ്വൽ. ഏത് ഒബ്സർവേഷനെ ബേസ് കൊണ്ട് നമ്മൾ അതിനെന്ത് കൊടുക്കുക? റാങ്ക് കൊടുക്കുക. അപ്പോൾ ഓരോ വാല്യൂസിനും കിട്ടുന്നത്, ഇപ്പം xiയുടെ വാല്യൂസിന് എല്ലാം കിട്ടുന്ന റാങ്കുകൾ എന്തൊക്കെയായിരിക്കും? 1 2 3 എക്സെട്ര ടു n ഒബ്സർവേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നതുകൊണ്ട് അതിൻ്റെ റാങ്ക് എന്തായി മാറും? n എന്ന് പറയും. വൈയുടെ വാല്യൂസ് എങ്ങനെ എടുക്കാം? 1 2 3 എക്സെട്ര ടു n വരെ എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ റാങ്ക് എന്താവും? 1 to n ആവും. ഓക്കെ. അപ്പോൾ നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്തിൻ്റെയാണ്? ഈ റാങ്കുകളുടെ എല്ലാം മീനാണ് കണ്ടുപിടിക്കുന്നത്. 1 + 2 + 3 + എക്സെട്ര പ്ലസ് n ബൈ എത്ര ഒബ്സർവേഷൻ? ടോട്ടൽ n ഒബ്സർവേഷൻ ആയത് n + 1/2/n ആണ്. ദാറ്റ് ഈസ് n × n + 1/2n എന്ന് എഴുതാം. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് വെച്ചാൽ n + 1/2 ആണ്. n + 1/2. അതിൽ y ബാർ എടുത്താലും 1 + 2 + എക്സെട്ര പ്ലസ് n എടുക്കാം, മോൾ ഡിവൈഡഡ് ബൈ n എടുക്കാം. അത് എന്ത് കിട്ടും? n × n + 1/2/n ആകുമ്പം n ക്യാൻസലായി പോകുമ്പം എന്ത് കിട്ടും? n + 1/2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് ബാർ ഈക്വൽ ടു y ബാർ ഈക്വൽ ടു എന്ത് പറയാം? n + 1/2 എന്ന് എഴുതാം. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എഴുതാമല്ലോ. σ² x ആണ്. അപ്പോൾ നമ്മൾ അതിന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ, വേരിയൻസിൻ്റെ ഇക്വേഷൻ, വേരിയൻസ് σ² x അല്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ σx ആണെങ്കിൽ വേരിയൻസ് വെച്ചാൽ അതിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? 1/n σi ഈക്വൽ ടു 1 to n xi² മൈനസ് എക്സ് ബാർ സ്ക്വയർ. രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1/n σxi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. 1/n σ ഈക്വൽ ടു 1 to n xi² മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ? 1/n σxi എന്ന് പറഞ്ഞാൽ ഈ ഓരോ വാല്യൂസും അല്ലേ? അപ്പോൾ എങ്ങനെ എടുക്കാം? 1² + 2² + 3² + എക്സെട്ര പ്ലസ് n². സം ഓഫ് ഒബ്സർവേഷൻ്റെ സ്ക്വയർ ആണ്, സ്ക്വയേഴ്സ് ഓഫ് സം ആണ്. അപ്പോൾ മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? n + 1/2 ആണ്, അതിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/n × 1² + 2² + എക്സെട്ര പ്ലസ് n² എന്ന് പറയുന്നത് n × n + 1 × 2n + 1 ഡിവൈഡഡ് ബൈ 6 മൈനസ് n + 1ൻ്റെ സ്ക്വയർ /4 എന്ന് എഴുതാം. ഈ എന്നും എന്നും ക്യാൻസൽ ആകും. ഇതിന് എന്ത് കോമ എടുക്കാം? നമുക്ക് n + 1/2 ഇങ്ങ് കോമ എടുക്കാം. ബാലൻസ് ഇവിടെ എന്തുണ്ടാവും? 2n + 1/3 മൈനസ് ഇവിടെ n + 1/2. LCM എടുത്ത് നമുക്ക് എന്ത് കിട്ടും? n + 1/2 എടുക്കുമ്പോൾ 4n + 2 മൈനസ് 3n മൈനസ് 3 ആവും, ഓൾ ഡിവൈഡഡ് ബൈ 6 ആവും. മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ 3n മൈനസ് 3 ഓൾ ഡിവൈഡഡ് ബൈ 6 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന n + 1/2 ഇതെന്താ? 4n മൈനസ് 3 എന്ന് പറയുന്നത് n ആവും, +2 മൈനസ് 3 എന്ന് വെച്ചാൽ -1/6 ഈക്വൽ ടു n² മൈനസ് 1/12. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? σ² y കണ്ടുപിടിക്കാം. σ² y വേരിയൻസ് ഓഫ് y ആണ്. അത് എന്ത് തന്നെ? ഇക്വേഷൻ 1/n σi ഈക്വൽ ടു 1 to n yi² മൈനസ് y ബാർ സ്ക്വയർ. ഇത് എന്തായാലും കിട്ടും? 1/n × 1² + 2² + എക്സെട്ര പ്ലസ് n² ആവും. റാങ്ക് ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂസ് എല്ലാം 1 to n ആയതുകൊണ്ട് അതിൻ്റെ എല്ലാ സ്ക്വയർ മൈനസ് n + 1/2ൻ്റെ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് തന്നെ കിട്ടും? നമുക്ക് സെയിം അല്ലേ? n² മൈനസ് 1/12 എന്ന് കിട്ടും. അപ്പോൾ σ² y ഈക്വൽ ടു σ² x ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം?
n square minus 1 by 12. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടി? നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് കോറിലേഷൻ കോഎഫിഷ്യൻ്റെ വാല്യൂ യൂസിങ് റാങ്ക് ആണ്. നമ്മൾ എടുക്കുന്ന ഇതാണ് ഡി ഐ. ലെറ്റ് ഡി ഐ എടുത്തു. ഡി ഐ ഈക്വൽ ടു എങ്ങനെ എടുത്താൽ നമുക്ക് റാങ്ക് ഓഫ് എക്സ് ഐ മൈനസ് വൈ ഐ എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിഗ്മ ഡി ഐ എന്ന് വെച്ചാൽ ഡി ബാർ എടുക്കാം. ഡി ബാർ എന്ന് വെച്ചാൽ 1/n സിഗ്മ ഐ ഈക്വൽ ടു 1/n എന്താണ്? ഡി ഐ ആണ്. എന്ന് വെച്ചാൽ 1/n സിഗ്മ ഐ ഈക്വൽ ടു 1/n എക്സ് ഐ മൈനസ് വൈ ഐ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 1/n സിഗ്മ ഐ ഈക്വൽ ടു 1/n എക്സ് ഐ മൈനസ് 1/n സിഗ്മ ഐ ഈക്വൽ ടു 1/n വൈ എന്ന് എഴുതാം. ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് ബാർ എന്ന് എഴുതാം. ഇതെന്താണ്? വൈ ബാർ. നമുക്കറിയാം എക്സ് ബാറും വൈ ബാറും എന്ത് തന്നെയാണ്? n+1/2 മൈനസ് n+1/2 ഈക്വൽ ടു എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ ഡി ബാറിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്ക് ഡി ഐ സ്ക്വയർ വേരിയൻസ് ഓഫ് ഡിയും കൂടെ കണ്ടുപിടിക്കാം. വേരിയൻസ് ഓഫ് ഡി എന്ന് പറയുന്നത് എന്താവും? സിഗ്മ സ്ക്വയർ ഡി ആണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/n സിഗ്മ ഐ ഈക്വൽ ടു 1/n. മുമ്പേ ഉപയോഗിച്ച ഇക്വേഷൻ മോഡൽ തന്നെ എടുക്കാം. ഡി ഐ സ്ക്വയർ മൈനസ് ഡി ബാർ സ്ക്വയർ. അപ്പോൾ എന്താ? 1/n സിഗ്മ ഐ ഈക്വൽ ടു 1/n. ഡി ഐ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഐ മൈനസ് വൈ ഐയുടെ സ്ക്വയർ മൈനസ് ഡി ബാർ സ്ക്വയർ എന്താവും? 0 ആയിപ്പോവും. ഓക്കെ, ഇതിനകത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 1/n നമ്മളിവിടെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. 1/n സിഗ്മ ഐ ഈക്വൽ ടു 1/n ഡി ഐ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സിഗ്മ സ്ക്വയർ ഡി എന്ന് പറയുന്നത്. ബാക്കി ടൈം എന്തായി പോകും? 0 ആയി പോകുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 1/n സിഗ്മ ഐ ഈക്വൽ ടു 1/n എക്സ് ഐ മൈനസ് വൈ ഐയുടെ സ്ക്വയർ ആണ്. ഇതിനകത്ത് നമ്മളൊരു എക്സ് ബാർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് നോക്കാം. 1/n സിഗ്മ ഐ ഈക്വൽ ടു 1/n എക്സ് ഐ മൈനസ് എക്സ് ബാർ പ്ലസ് എക്സ് ബാർ മൈനസ് വൈ ഐ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അതിനെ എഴുതാം 1/n സിഗ്മ ഐ ഈക്വൽ ടു 1/n എക്സ് ഐ മൈനസ് എക്സ് ബാർ. നമുക്ക് ഈ എക്സ് ബാർ എന്തിന് ഈക്വൽ ആ? വൈ ബാറിന് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ എക്സ് ബാറിന് വരെ എന്ത് കൊടുക്കാം? വൈ ബാർ എന്ന് തന്നെ കൊടുക്കാം. കാരണം രണ്ട് സെയിം ആയതുകൊണ്ട് വൈ ഐ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഇനി സ്ക്വയർ ചെയ്യാം ഓരോ ടൈമായിട്ട്. 1/n സിഗ്മ ഐ ഈക്വൽ ടു 1/n എക്സ് ഐ മൈനസ് എക്സ് ബാർ മൈനസ് ഇങ്ങനെ കോമ എടുത്താൽ അതിനെ എങ്ങനെ എഴുതാം? വൈ ഐ മൈനസ് വൈ ബാർ എന്ന് എഴുതാം ദ ഹോൾ സ്ക്വയർ. ഇനി ഇതിനെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ എങ്ങനെ എഴുതാം? 1/n സിഗ്മ ഐ ഈക്വൽ ടു 1/n എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ഐ മൈനസ് വൈ ബാർ ദ ഹോൾ സ്ക്വയർ മൈനസ് 2xi മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ഐ മൈനസ് വൈ ബാർ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനകത്തേക്ക് 1/n സമ്മേഷനും കൂടെ ഉള്ളിലേക്ക് ഓരോ ടൈമിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/n സിഗ്മ ഐ ഈക്വൽ ടു 1/n ഡി ഐ സ്ക്വയർ ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈക്വൽ ടു 1/n സിഗ്മ ഐ ഈക്വൽ ടു 1/n xi minus x bar the whole square plus 1/n sigma I equal to 1/n yi minus y bar the whole square minus 2 into 1/n sigma I equal to 1/n xi minus x bar into yi minus y bar. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിൻ്റെ എല്ലാം വാല്യൂസ് കൊടുക്കാമല്ലോ. അപ്പം 1/n സിഗ്മ ഐ ഈക്വൽ ടു 1/n ഡി ഐ സ്ക്വയർ ഈക്വൽ ടു ഇതിനെ എന്ത് എഴുതാം? സിഗ്മ വേരിയൻസ് അല്ല, വേരിയൻസ് ഇൻഡിക്കേഷൻ ആയതുകൊണ്ട് സിഗ്മ സ്ക്വയർ എക്സ് എന്ന് എഴുതാം പ്ലസ് സിഗ്മ സ്ക്വയർ വൈ എന്ന് എഴുതാം മൈനസ് ഇതെന്ത് ഇൻഡിക്കേഷൻ? ആ കോവേരിയൻസ് എക്സ് വൈ ഇൻഡിക്കേഷൻ, കോവേരിയൻസ് എക്സ് വൈ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 1/n സിഗ്മ ഐ ഈക്വൽ ടു 1/n ഡി ഐ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ സ്ക്വയർ എക്സ് പ്ലസ് സിഗ്മ സ്ക്വയർ വൈ.
ഇനി ഓക്കെ കോവേരിയൻസ് എക്സ് വൈ ഇനി കോറിലേഷൻ കോയിഫിഷ്യൻ്റ് വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം കോവേരിയൻസ് എക്സ് വൈ ഇക്വേഷൻ എന്താ? കോവേരിയൻസ് എക്സ് വൈ ഈക്വൽ ടു കോറിലേഷൻ കോയിഫിഷ്യൻ്റ് ആർ ഈക്വൽ ടു കോവ് എക്സ് വൈ ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് എഴുതി നോക്കാം അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടുമെന്ന്. കോറിലേഷൻ കോയിഫിഷ്യൻ്റ് ആറിൻ്റെ ഇക്വേഷൻ എന്താ? കോവേരിയൻസ് എക്സ് വൈ ബൈ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് വൈ ആണ് അല്ലേ. അതിന് നമുക്ക് എഴുതാം കോവേരിയൻസ് എക്സ് വൈ ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ആർ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഈക്വൽ ടു കോവേരിയൻസ് എക്സ് വൈ. അപ്പോൾ ആ വാല്യൂ ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് 2r സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എന്ന് എഴുതാം. നമ്മളവിടെ പറഞ്ഞു സിഗ്മ എക്സും സിഗ്മ വൈയുടെയും വാല്യൂ എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഇതെല്ലാം സിഗ്മ എക്സ് എന്ന് കൊടുക്കാമല്ലോ, സിഗ്മ വൈക്ക് പകരം എല്ലാം സിഗ്മ എക്സ് ആക്കാം. അപ്പോൾ സിഗ്മ സ്ക്വയർ എക്സ് പ്ലസ് ഇതെന്താവും സിഗ്മ എക്സിൻ്റെ സ്ക്വയർ മൈനസ് 2r സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എത്ര സിഗ്മ സ്ക്വയർ എക്സ് കിട്ടും? 2 സിഗ്മ എക്സിൻ്റെ സ്ക്വയർ കിട്ടും മൈനസ് 2r സിഗ്മ എക്സിൻ്റെ സ്ക്വയർ കിട്ടും. അതിന് നമുക്ക് എന്ത് കൊടുക്കാം? 2 സിഗ്മ എക്സിൻ്റെ വാല്യൂ ഇങ്ങ് കോമ എടുക്കാം. 2 സിഗ്മ സ്ക്വയർ എക്സ് ഇങ്ങ് കോമ എടുത്താൽ 1 മൈനസ് r എന്ന വാല്യൂ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് സിഗ്മ സ്ക്വയർ എക്സിൻ്റെ വാല്യൂ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് 1/n സിഗ്മ ഈക്വൽ ടു 1 to n di സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു സിഗ്മ സ്ക്വയർ എക്സിൻ്റെ വാല്യൂ എന്താണ്? n സ്ക്വയർ മൈനസ് 1/12 ആയിരുന്നു ഇൻറ്റു 1 മൈനസ് r. 2ഉം 12 കൂടെ പോകുമ്പോൾ ബാലൻസ് എത്ര കിട്ടും? 6 കിട്ടും. അപ്പോൾ ബാക്കി ഇവിടോട്ട് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് 1/n സിഗ്മ ഈക്വൽ ടു 1 to n di സ്ക്വയർ ഈക്വൽ ടു n സ്ക്വയർ മൈനസ് 1/6 ഇൻറ്റു 1 മൈനസ് r. ഈ ടേമിനെ എല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് നോക്കാം. അപ്പോൾ 6 അങ്ങ് അവിടെ പോകും, മുകളിൽ വരും. 6 സിഗ്മ ഈക്വൽ ടു 1 to n di സ്ക്വയർ എന്ന് എഴുതാം ബൈ എന്തുണ്ടാവും? n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 എന്നാവും ഈക്വൽ ടു എന്താവും? 1 മൈനസ് r ആവും. ഈ ആറിനെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. 6 സിഗ്മ ഡി ഐ സ്ക്വയർ ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് അതിന് കിട്ടും r ഈക്വൽ ടു 1 മൈനസ് 6 സിഗ്മ ഈക്വൽ ടു 1 to n ഡി ഐ സ്ക്വയർ ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 എന്നാണ്. ഇതാണ് നമ്മുടെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ r ഈക്വൽ ടു r എന്ന് പറഞ്ഞാൽ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യൻ